ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു. മെമ്മറി ഹൈറാർക്കി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോർമലി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടുവരുന്നുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് നോക്കാം. ഡിസംബർ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണത്. കൺസിഡർ ദ ഡിസൈൻ ഓഫ് എ 3-level മെമ്മറി ഹൈറാർക്കി വിത്ത് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ ഫോർ മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ 3-level മെമ്മറി ഹൈറാർക്കി ആണ്. സോ ക്യാഷ് ലെവൽ 1 ക്യാഷ്, ലെവൽ 2 മെയിൻ മെമ്മറി, ലെവൽ 3 ഡിസ്കറി. നമുക്ക് നോർമലി നമുക്ക് എഫക്റ്റീവ് ആക്സസ് ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. സിഗ്മ ഇസ് ഈക്വൽ ടു 1 to n FI/TI. അപ്പോൾ ആക്സസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. 1 മൈനസ് H1 into A1 minus H2 etc. 1 minus HI minus 1 into HI. അതിൽ നമ്മൾ F1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. H1. then F2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1 മൈനസ് H1 into H2. അപ്പം നമുക്ക് അങ്ങനെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ നമുക്ക് അതെങ്ങനെയാണ് ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിച്ചു. സോ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ആക്സസ് ടൈം തന്നിട്ടുണ്ട്. പിന്നെ ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, H1ഉം H2ഉം. ഇവിടെ H1 H2ഉം തന്നിട്ടുണ്ട്. അപ്പോൾ 3-level ആകുമ്പോൾ H3 ഉണ്ടാവില്ലേ? H3യിൽ എന്തായിരിക്കും വാല്യൂ? യെസ്, ഇവിടെ H3യുടെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. H3യുടെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. നമുക്ക് അങ്ങനെ എഫക്റ്റീവ് ആക്സസ് ടൈം കണ്ടുപിടിക്കാം. ഇനി ടോട്ടൽ മെമ്മറി കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n CI into SI. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. മെയ് 2019 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. യു ആർ ആസ്ക്ഡ് ടു പെർഫോം കപ്പാസിറ്റി പ്ലാനിങ് ഫോർ എ 2-level മെമ്മറി സിസ്റ്റം ആണ് ഇവിടെ. ഓക്കെ, 2-level മെമ്മറി സിസ്റ്റം ആണ്. ദ ഫസ്റ്റ് ലെവൽ M1 ഇസ് എ ക്യാഷ്. ഫസ്റ്റ് ലെവൽ ക്യാഷ് ആണ്. 3 കപ്പാസിറ്റി ചോയ്സസ് ഉണ്ട്. 64 കിലോബൈറ്റ്സ്, 128 കിലോബൈറ്റ്സ്, 256 കിലോബൈറ്റ്സ്. ഓക്കെ, അപ്പോൾ 3 കപ്പാസിറ്റി ചോയ്സസ് തന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെവൽ, അപ്പോൾ ഇവിടെ 2 ലെവലേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് വൺ ഇസ് ക്യാഷും ലെവലും, പിന്നെ എന്താണ് മെയിൻ മെമ്മറി ലെവലും. 2 ലെവലേ തന്നിട്ടുള്ളൂ. ദാറ്റ് ഇസ് L1ഉം L2ഉം. ഓക്കെ, സോ L1ഉം L2ഉം. അവിടെ സെക്കൻഡ് ലെവലിൽ നമുക്ക് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. സെക്കൻഡ് ലെവലുള്ള കപ്പാസിറ്റി തന്നിട്ടുണ്ട്. C2 തന്നിട്ടുണ്ട്. 4 മെഗാബൈറ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് M1ൽ അതായത് C1 എന്ന് പറഞ്ഞാൽ 3 C1 തന്നിട്ടുണ്ട്. 3 കപ്പാസിറ്റീസ് തന്നിട്ടുണ്ട്. 64, 128, 256. അപ്പോൾ 3 കപ്പാസിറ്റിയിലുള്ള നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് ഈ കേസിൽ. പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെറ്റ് C1 and C2 be the cost per byte and T1 and T2 be the access times for M1 and M2 respectively. ഇവിടെ assume C1 is equal to 20 C2. ഇപ്പോൾ C1ൻ്റെ വാല്യൂ ഇപ്പോൾ ആക്ച്വലി തന്നിരിക്കുന്നത് 20 C2 ആണ്. ആൻഡ് T2ൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ 10 T1. ക്യാഷ് ഹിറ്റ് റേഷ്യോസ് തന്നിട്ടുണ്ട്. ഓരോ 3 കപ്പാസിറ്റീസിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3 കപ്പാസിറ്റീസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിൽ 3 കപ്പാസിറ്റീസിൻ്റെ ക്യാഷ് ഹിറ്റ് റേഷ്യോസ് തന്നിട്ടുണ്ട്. 0.7, 0.9, 0.98. ഇനി എന്താ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ആവറേജ് ആക്സസ് ടൈം TA ഇൻ ടേംസ് ഓഫ് T1 ഇസ് ഈക്വൽ ടു 20. 3 ക്യാഷ് ഡിസൈൻസിലും ആവറേജ് ആക്സസ് ടൈം കാണണം. ഇഫ് T1 ഇസ് ഈക്വൽ ടു 20 നാനോസെക്കൻഡ്. ഇപ്പോൾ T1 20 നാനോസെക്കൻഡിലാവുന്ന ടൈമിൽ ആവറേജ് ആക്സസ് ടൈം കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ T1 എന്ന് പറഞ്ഞാൽ ഇസ് എ ടൈം ഫ്രം CPU ടു M1 ആൻഡ് T2 ഇസ് ദാറ്റ് ഫ്രം CPU ടു M2. നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇൻ ടേംസ് ഓഫ് T1 കിട്ടും. ഇൻ ടേംസ് ഓഫ് T1 കിട്ടുമ്പോഴത്തേക്കും ക്യാഷ് ഹിറ്റ് റേഷ്യോ നമുക്ക് 0.7 വരുമ്പോഴത്തേക്കും എത്രയാണ് ആവറേജ് ആക്സസ് ടൈം? ഈ ക്യാഷ് ഹിറ്റ് റേഷ്യോ 0.9 വരുമ്പോഴത്തേക്കും 0.9 വരുമ്പോഴത്തേക്കും എത്രയാണ് ആവറേജ് ആക്സസ് ടൈം? ഈ ക്യാഷ് ഹിറ്റ് റേഷ്യോ 0.98. കാരണം നമുക്ക് 3 കപ്പാസിറ്റിയുടെ കേസ് പറയാം. 64, 128, 3 കപ്പാസിറ്റിയുടെ കേസിലുള്ള ക്യാഷ് ഹിറ്റ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ക്യാഷ് ഹിറ്റ് റേഷ്യോ നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആവറേജ് ആക്സസ് ടൈം കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ആവറേജ് ബൈറ്റ് കോസ്റ്റ് ഓഫ് ദ എൻറ്റയർ മെമ്മറി ഹൈറാർക്കി. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചു. C is equal to C1 S1 plus C2 S2 divided by S1 plus S2. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ആസ്ക്ഡ് ഇൻ മെയ് 2019. അപ്പോൾ നമുക്ക് എല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കി വാല്യൂസ് ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ടു ഗെറ്റ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ഇനി
ഡിസംബർ 2019 ചോദിച്ചത് കൺസിഡർ എ 2-level മെമ്മറി ഹൈറാർക്കി M1 ആൻഡ് M2 ഓഫ് സൈസ് 64 കിലോബൈറ്റ്സ് ആൻഡ് 4 മെഗാബൈറ്റ്സ് പെർ റെസ്പെക്റ്റീവ്ലി. ഇപ്പോൾ 64ഉം നമുക്ക് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. M1ൻ്റെ M2ൻ്റെ ഇവിടെ 2-level ആണ്. M1ൻ്റെ M2ൻ്റെ കപ്പാസിറ്റീസ് തന്നിട്ടുണ്ട്. ഓക്കെ, കപ്പാസിറ്റീസ് തന്നിട്ടുണ്ട്. ആക്സസ് ടൈമും തന്നിട്ടുണ്ട്, T1 T2. അതേപോലെ കോസ്റ്റും തന്നിട്ടുണ്ട്, C1 C2 തന്നിട്ടുണ്ട്. ഹീറ്റ് റേഷ്യോയും തന്നിട്ടുണ്ട്, H1 അറ്റ് ദ ഫസ്റ്റ് ലെവൽ. H2 എന്തായിരിക്കും? 2-level മെമ്മറി ഹൈറാർക്കി ആകുമ്പോൾ H2 is 1 ആയിരിക്കും. അപ്പോൾ എഫക്റ്റീവ് ആക്സസ് ടൈം കണ്ടുപിടിക്കാനും ഈസിയാണ്. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, C1 തന്നിട്ടുണ്ട്, C2 തന്നിട്ടുണ്ട്, കപ്പാസിറ്റീസ് തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്, ദെൻ C1 തന്നിട്ടുണ്ട്, C2 തന്നിട്ടുണ്ട്. സോറി, കപ്പാസിറ്റി മീൻസ് സോറി S1 തന്നിട്ടുണ്ട്, S2 തന്നിട്ടുണ്ട് അല്ലേ, സൈസ് തന്നിട്ടുണ്ട്. ഇനി അതേപോലെ H1 തന്നിട്ടുണ്ട്, H2 എന്താണ്? 1 ആയിരിക്കും. അങ്ങനെ എഫക്റ്റീവ് ആക്സസ് ടൈമും ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ മെമ്മറി സിസ്റ്റം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സെപ്റ്റംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താ, നമുക്ക് ടേബിൾ ഫോർമാറ്റിലാണ് തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. 3-level മെമ്മറി ആർക്കിടെക്ചറാണ്. സോ 3-level മെമ്മറി ആർക്കിടെക്ചർ അതിൽ T1 തന്നിട്ടുണ്ട്, T2 തന്നിട്ടുണ്ട്, T3 തന്നിട്ടുണ്ട്, S1 തന്നിട്ടുണ്ട്, S2 തന്നിട്ടുണ്ട്, S3 തന്നിട്ടുണ്ട്, കപ്പാസിറ്റിയും തന്നിട്ടുണ്ട്, കോസ്റ്റും തന്നിട്ടുണ്ട്. ദെൻ ഹിറ്റ് റേഷ്യോ H1 തന്നിട്ടുണ്ട്, H2 തന്നിട്ടുണ്ട്, H3 തന്നിട്ടില്ല. യെസ്, വാല്യൂ ഓഫ് H3 വിൽ ബി 1 ആയിരിക്കും. നമുക്ക് എഫക്റ്റീവ് ആക്സസ് ടൈമും ടോട്ടൽ മെമ്മറി കോസ്റ്റും കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് ഡിസംബർ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഒരു 3-level മെമ്മറി ഹൈറാർക്കിയാണ്. T1 തന്നിട്ടുണ്ട്, T2 അൺനോൺ ആണ്, T3 തന്നിട്ടുണ്ട്. ഇനി S1 തന്നിട്ടുണ്ട്, S2 തന്നിട്ടുണ്ട്, S3 അൺനോൺ ആണ്. ഇനി C1 തന്നിട്ടുണ്ട്, C2 തന്നിട്ടുണ്ട്, C3. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ടു അച്ചീവ് എ മെമ്മറി ആക്സസ് ടൈം T = 850 നാനോസെക്കൻഡ്. നമുക്ക് മെമ്മറി ആക്സസ് ടൈം തന്നിട്ടുണ്ട്, 850 നാനോസെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ക്യാഷ് ഹിറ്റ് റേഷ്യോ H1 തന്നിട്ടുണ്ട്, H2 തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് H3? യെസ്, 1 ആയിരിക്കും. അപ്പം നമുക്ക് മെമ്മറി ആക്സസ് ടൈം തന്നിട്ടുണ്ട്, ബാക്കിയുള്ള അൺനോൺ നമ്പേഴ്സ്, ബാക്കിയുള്ള അൺനോൺ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും, കാരണം എഫക്റ്റീവ് മെമ്മറി ആക്സസ് ടൈം ഇസ് ഗിവൺ. ഓക്കെ, ഇനി ഓൾസോ ദ ടോട്ടൽ കോസ്റ്റ് ഇസ് അപ്പർ ബൗണ്ടഡ് ബൈ 1500. അപ്പോൾ ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ട് 1500. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? S3യും കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അൺനോൺ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ കണ്ടുപിടിക്കാം. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്? വി നീഡ് ടു ഫൈൻഡ് ദ T2 ആൻഡ് S3. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് പല രീതിയിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇൻഎഫക്റ്റീവ് ഒരു ഫോർമുല തന്നെ, സെയിം ഫോർമുല തന്നെ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതനുസരിച്ചിട്ടുള്ള ഫോർമുല അപ്ലൈ ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാം. നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2 അതൊരു സാസ്റ്റ് ഡിസംബർ 2018 ആൻഡ് മെയ് 2019. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഈ ഒരു വാല്യൂസ് മാത്രമേ ചേഞ്ച് ചെയ്ത് വരത്തുള്ളൂ. സോ ഡിസംബർ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ 6 മാർക്സ് ആണ്. കൺസിഡർ ദ ഡിസൈൻ ഓഫ് എ 3-level മെമ്മറി ഹൈറാർക്കി വിത്ത് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ ഫോർ മെമ്മറി ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 3-level ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് തന്നെ ഫസ്റ്റ് ദിസ് ഇസ് ലെവൽ 1, ദിസ് ഇസ് ലെവൽ 2, ദിസ് ഇസ് ലെവൽ 3. സോ നമുക്ക് T1 ഉണ്ട്, T2 ഉണ്ട്, T3 ഉണ്ട്, S1 ഉണ്ട്, S2 ഉണ്ട്, S3 ഉണ്ട്, C1 ഉണ്ട്, C2 ഉണ്ട്, C3 ഉണ്ട്. ദെൻ ഹിറ്റ് റേഷ്യോ H1 ഉണ്ട്, H2 ഉണ്ട്. H3യുടെ വാല്യൂ എന്തായിരിക്കും? യെസ്, H3യുടെ വാല്യൂ 1 ആയിരിക്കും. ഇനി നമ്മൾ എഫക്റ്റീവ് ആക്സസ് ടൈം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? സിഗ്മ I = 1 to n Fi × Ti. Fi കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? F1 അപ്പം എന്നിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? 3-level ആണ്. സോ n = 3 ആയിരിക്കും അല്ലേ. സോ F1 T1 + F2 T2 × F + F3 T3. ഇനി ആക്സസ് ഫ്രീക്വൻസി നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കണം അല്ലേ. F1 F2 F3. അപ്പോൾ അതിങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് T1 T2 T3 അറിയാം. സോ അത് കണ്ടുപിടിക്കാനായിട്ട് F1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം H1 ആണ്. കാരണം നമുക്കറിയാം 1 - H0, 1 - H0. H0 എന്ന് പറഞ്ഞൊരു ഹൈറ്റ് റേഷ്യോ ഇല്ല. സോ അവിടെ ആ വാല്യൂ എന്തായിരിക്കും? 1 തന്നെ ആയിരിക്കും. സോ 1 × HI മീൻസ് ഐയുടെ വാല്യൂ 1 ആകുമ്പോൾ H1, ദാറ്റ് ഈസ് H1. ഇനി F2 1 - H1 × H2. ഓക്കെ, ദെൻ F3 is 1 - H1 × 1 - H2 × H3. മനസ്സിലാക്കുക, ഫസ്റ്റ് F1 വരുമ്പോഴത്തേക്കും H1 ഹിറ്റ് റേഷ്യോ,
ഇനി F2 വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെവലിൽ മിസ്സായിരിക്കും. സോ സെക്കൻഡ് ലെവൽ ഹിറ്റായിരിക്കും. ഇനി F3 വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ലെവലിൽ മിസ്സ്, സെക്കൻഡ് ലെവൽ മിസ്സ്, തേർഡ് ലെവൽ ഹിറ്റ്. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ജസ്റ്റ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ ഒരു ഈ ഇക്വേഷൻ നമ്പർ 1ൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ഇസ് എന്ത് വരും, F1 ഇൻറ്റു T1 പ്ലസ് F2 ഇൻറ്റു T2 പ്ലസ് F2 ഇൻറ്റു T3. ഇനി F1ൻ്റെ വാല്യൂ നമുക്കറിയാം H1 ഇൻറ്റു T1 പ്ലസ് F2ൻ്റെ വാല്യൂ എന്താ 1 മൈനസ് H1 ഇൻറ്റു H2 ഇൻറ്റു T2. F3യുടെ വാല്യൂ നമുക്കറിയാം 1 മൈനസ് H1 ഇൻറ്റു 1 മൈനസ് H2 ഇൻറ്റു H3 ഇൻറ്റു ദിസ് T3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. H1ൻ്റെ വാല്യൂ എത്രയാണ്, ക്വസ്റ്റ്യനിലുണ്ട്. H1ൻ്റെ വാല്യൂ ഈസ് 0.98. ഓക്കെ, അപ്പോൾ 0.98 ഇൻറ്റു T1ൻ്റെ വാല്യൂ എന്താണ്, T1ൻ്റെ വാല്യൂ നമുക്കറിയാം 25 നാനോ സെക്കൻഡ് ആണ്. സോ നാനോ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഇസ് 10⁻⁻⁹. സോ 25 ഇൻറ്റു 10⁻⁻⁹ പ്ലസ് 1 മൈനസ് H1. 1 മൈനസ് H1 is what? 1 minus H1 is 1 minus 0.98, that is 0.2 into H2. H2ൻ്റെ വാല്യൂ എത്രയാണ്, H2ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, that is 0.9. സോ H2ൻ്റെ വാല്യൂ that is 0.9, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 0.9 ഇൻറ്റു T2. T2ൻ്റെ വാല്യൂ എന്താണ്, T2ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 903 നാനോ സെക്കൻഡ്. അപ്പോൾ അതാണ് ഇവിടെ 903 ഇൻറ്റു 10⁻⁻⁹ എന്ന് വന്നു. പ്ലസ് 1 minus H1 into 1 minus H2, that is 0.2 into 0.1 into H3യുടെ വാല്യൂ എന്താണ് 1. സോ 1 into then H2, H3യുടെ വാല്യൂ 1. then T3യുടെ വാല്യൂ നമുക്കറിയാം 4 മില്ലി സെക്കൻഡ് ആണ്. സോ ഇവിടെ എന്ത് വന്നു, 4 into 10⁻⁻3. 4 into 10⁻⁻3. ഓക്കെ, 4 into 10⁻⁻3. അപ്പോൾ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴത്തേക്കും 0.98 into 25, that is 24.5 into 10⁻⁻9. ഈ വാല്യൂ എടുക്കുമ്പോഴത്തേക്കും 16.254 into 10⁻⁻9 പ്ലസ് ഈ വാല്യൂ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യും 0.8008 into 10⁻⁻3. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂസ് കണ്ടുപിടിക്കുക. ഇവിടെ 10⁻⁻9 ഇതിൽ കോമൺ ആയിട്ട് ഞാൻ എടുത്തപ്പം 24.5 പ്ലസ് 16.254 വരുമ്പോൾ 40.754 ഇൻറ്റു 10⁻⁻9 പ്ലസ് 0.008 ഇൻറ്റു 10⁻⁻3. ഇനി എന്ത് ചെയ്യാം, ഇതിനെ ഒന്നുകിൽ ഇതിനെ മൈനസ്, ഞാൻ എന്ത് ചെയ്തു, ഇതിനെ -9 കൺവേർട്ട് ചെയ്തു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ 8000 ഇൻറ്റു 10⁻⁻9 അപ്പോൾ 40.754 ഇൻറ്റു 10⁻⁻9. അപ്പം ആക്ച്വലി എനിക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും 8040.754 ഇൻറ്റു 10⁻⁻9 അല്ലെങ്കിൽ 8040.754 നാനോ സെക്കൻഡ് എഴുതിയാലും മതി. ഞാൻ അതിനെ എന്ത് ചെയ്തു, -12 ഇൻറ്റു 10⁻⁻12 ആക്കി അതിനെ മൈക്രോ സെക്കൻഡിലോട്ടാക്കി, 8.04 മൈക്രോ സെക്കൻഡിലോട്ടാക്കി 10⁻⁻12 എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫൈനൽ ഏതെങ്കിലും ഒരു യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. നാനോ സെക്കൻഡ് അല്ലെങ്കിൽ നാനോ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ നാനോ സെക്കൻഡിൽ കണ്ടാലും മതി, മൈക്രോ സെക്കൻഡിലാണെങ്കിൽ അങ്ങനെ. എല്ലാം ഒരു സെയിം കോമൺ യൂണിറ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ നമ്മൾ എഫക്റ്റീവ് ആക്സസ് ടൈം കണ്ടുപിടിച്ചു. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് പാർട്ട് എന്താണ്, ടോട്ടൽ മെമ്മറി കോസ്റ്റ്. ടോട്ടൽ മെമ്മറി കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ജസ്റ്റ് എന്താണ്, C1 ഇൻറ്റു SI, CI ഇൻറ്റു SI, സിഗ്മ ഈസ് ഈക്വൽ ടു 1 to n CI ഇൻറ്റു SI, ദാറ്റ് ഇസ് C1 S1 പ്ലസ് C2 S2 പ്ലസ് C3 S3. അപ്പോൾ നമുക്ക് ഓൾറെഡി C1ൻ്റെ വാല്യൂ നമുക്കറിയാം, S1ൻ്റെ വാല്യൂ അറിയാം, C2ൻ്റെ അറിയാം, S2ൻ്റെ അറിയാം, C3 അറിയാം, S3യുടെ അറിയാം. ജസ്റ്റ് മനസ്സിലാക്കുക, ഓരോന്ന് കിലോ, മെഗാ, ഗിഗാബൈറ്റിലാണ് തന്നിരിക്കുന്നത്. അത് മാത്രം ഒന്ന് കൺവേർട്ട് ചെയ്ത് ചെയ്യുക. ഓക്കെ, കാരണം ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് കിലോ, ഒന്നിൽ കിലോയിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാം ഒന്ന് കിലോ ബൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മെഗാ ബൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജിഗാ ബൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പം 512 കിലോ ബൈറ്റാണ്. അപ്പം ഇതിനെ മെഗയിലോട്ട് കൺവേർട്ട് 10⁻3, മറ്റേ വരുമ്പോൾ 10�6, എല്ലാം കിലോയിലോട്ട് കൺവേർട്ട് ചെയ്തു. ഫൈനലി നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടെ സം ചെയ്യാം, ഫൈനൽ ആൻസർ കിട്ടും. ഓക്കെ,
വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഐഡൻറ്റിഫൈ ദ വാല്യൂസ്, ആ പാരാമീറ്റേഴ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് ഇത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, 6 മാർക്സ് ആണിത്. ഓക്കെ ഓക്കെ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് ആസ്ക്ഡ് ഇൻ May 2019. അപ്പം ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് യു ആർ ആസ്ക്ഡ് ടു പെർഫോം കപ്പാസിറ്റി പ്ലാനിങ് ഫോർ എ 2-level മെമ്മറി സിസ്റ്റം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 2-level മെമ്മറി സിസ്റ്റം ആണെന്ന് മനസ്സിലായി. ഈ ഫസ്റ്റ് ലെവൽ ഇറ്റ്സ് എ ക്യാഷ് ആണ്. 3 കപ്പാസിറ്റി ചോയ്സസ് ഉണ്ട്. നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, 3 കപ്പാസിറ്റി ചോയ്സ് ഉണ്ട് ആദ്യത്തെ ലെവലിൽ. 64 ഉണ്ട്, 128 ഉണ്ട്, 256 ഉണ്ട്. ഈ സെക്കൻഡ് ലെവൽ M2 എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയാണ്. അതിൽ കപ്പാസിറ്റി തന്നിട്ടുണ്ട് 4 MB തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് C1 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, കപ്പാസിറ്റി S1 എന്ന് പറയുന്നത് നമുക്ക് 3 കപ്പാസിറ്റീസ് തന്നിട്ടുണ്ട്, 64, 128, 256. S2 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 4 MB എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് C1ഉം C2ഉം തന്നിട്ടുണ്ട്. ഓക്കെ, C1 C2 ഇവിടെ മനസ്സിലാക്കുക, S3 3 കപ്പാസിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. ഇനി C1ഉം C2ഉം തന്നിട്ടുണ്ട്. ദെൻ C1ഉം C2ഉം ദെൻ കോസ്റ്റ് പെർ ബൈറ്റ് ആണ്. ദെൻ T1ഉം T2ഉം ആക്സസ് ടൈംസ് ഫോർ M1 ആൻഡ് M2 തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് C1 എന്ന് പറഞ്ഞാൽ 20 C2ഉം T2 എന്ന് പറഞ്ഞാൽ 10 T1ഉം അങ്ങനെ തന്നിട്ടുള്ളൂ. ഇനി ക്യാഷ് ഹീറ്റ് റേഷ്യോസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 കപ്പാസിറ്റിയുടെ ക്യാഷ് ഹീറ്റ് റേഷ്യോസ് തന്നിട്ടുണ്ട്. 0.7, 0.9, അതായത് 164 കിലോബൈറ്റ്സിൻ്റെ 0.7ഉം 128 0.9ഉം ദെൻ 256 0.98. നമുക്ക് ആവറേജ് ആക്സസ് ടൈം കണ്ടുപിടിക്കണം ഇൻ ടേംസ് ഓഫ് T1. ഇൻ ടേംസ് ഓഫ് T1ലുള്ള ഒരു ആക്സസ് ടൈം നമുക്ക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഹിറ്റ് റേഷ്യോ 0.7 ആവുമ്പോഴുള്ള ആക്സസ് ടൈം എത്ര, ഹിറ്റ് റേഷ്യോ 0.9 ആവുമ്പോഴുള്ള ആക്സസ് ടൈം എത്ര, ഹിറ്റ് റേഷ്യോ 0.98 ആവുന്നുള്ള ആക്സസ് ടൈം എത്ര. അപ്പോൾ 3 ലെവലിലുള്ള ആക്സസ് ടൈം നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കാം, നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആവറേജ് ആക്സസ് ടൈമിൻ്റെ ഫോർമുല നമുക്കറിയാം. 2 മെമ്മറി ലെവൽ ആയതുകൊണ്ട് H1 T1 പ്ലസ് 1 മൈനസ് H1 ഇൻറ്റു H2 ഇൻറ്റു T2. ഓക്കെ, ആവറേജ് ആക്സസ് ടൈം ഉണ്ട്. ഇനി ആവറേജ് ആക്സസ് ടൈം ഞാൻ പറഞ്ഞു, ആക്സസ് ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആക്സസ് ടൈം ഇവിടെ ആക്സസ് ടൈം 0.7 ആകുമ്പോൾ, ഇവിടെ ക്വസ്റ്റ്യനിൽ 0.7 ആകുമ്പോഴുള്ള ആവറേജ് ആക്സസ് ടൈം കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് H1 ദാറ്റ് ഇസ് H1 തന്നിട്ടുണ്ട് 0.7 എന്നുള്ളത്. അപ്പം 0.7 ഇൻറ്റു T1 പ്ലസ് 1 മൈനസ് H1 എത്ര 0.7 ഇൻറ്റു H2 എത്രയാണ്, H2 അത് 2 ലെവൽ ആയതുകൊണ്ട് H2 വിൽ ബി ഈക്വൽ ടു 1. സോ 1 ഇൻറ്റു T2യുടെ വാല്യൂ തന്നിട്ടില്ല, ബട്ട് നമുക്ക് തന്നിട്ടുണ്ട് T2 ഇസ് ഈക്വൽ ടു എന്ത് തന്നിട്ടുണ്ട്, T2 ഇസ് ഈക്വൽ ടു 10 T1 എന്ന് തന്നിട്ടുണ്ട്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, ഇൻ ടേംസ് ഓഫ് നമുക്ക് T1 കിട്ടും. ഇൻ ടേംസ് ഓഫ് നമുക്ക് T1 ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ ആവറേജ് ആക്സസ് ടൈം, വാട്ട് ഈസ് ദ ആവറേജ് ആക്സസ് ടൈം TA ഇൻ ടേംസ് ഓഫ് T1 ഇൻ ടേംസ് ഓഫ് T1ൽ ഒരു ആവറേജ് ആക്സസ് ടൈമിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ T1, അപ്പോൾ നമുക്ക് ആവറേജ് H1 ഹിറ്റ് റേഷ്യോ ഇപ്പോൾ 0.7 ആകുമ്പോൾ, ഹിറ്റ് റേഷ്യോ 0.7 ആകുമ്പോഴുള്ള ആക്സസ് ടൈം എത്ര എനിക്ക് കിട്ടി, 3.7 T1 എന്ന് കിട്ടി. 3.7 ഇൻറ്റു T1 എന്ന് കിട്ടി. ഇനി T1 എത്ര തന്നിട്ടുണ്ട്, 20 നാനോ സെക്കൻഡ്. അപ്പോൾ നമുക്ക് T1 20 നാനോ സെക്കൻഡ് ആണെങ്കിൽ ആവറേജ് ആക്സസ് ടൈം TA എത്ര കിട്ടും, T1 അതായത് 3.7 ഇൻറ്റു T1 ഇസ് 20, ദാറ്റ് ഇസ് 74 നാനോ സെക്കൻഡ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അപ്പോൾ നമുക്ക് ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. ഓരോ ഹിറ്റ് റേഷ്യോയിലുള്ള ആവറേജ് ആക്സസ് ടൈം കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. 0.7ലുള്ള ആവറേജ് 0.7 ഹിറ്റ് റേഷ്യോ ആകുമ്പോൾ ഉള്ള ആക്സസ് ടൈം എത്രയാണ്, നമുക്ക് എല്ലാ ആക്സസ് ടൈം ഇൻ ടേംസ് ഓഫ് T1 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിന്റ് നമ്മൾ ഇവിടെ വന്ന് കണ്ടുപിടിച്ചു. ഇവിടെ എന്ത് കണ്ടുപിടിച്ചു നമ്മൾ, ഇവിടെ നമ്മൾ 0.7നുള്ള ഹിറ്റ് ആക്സസ് ടൈം കണ്ടുപിടിച്ചു, 3.7 ഇൻറ്റു T1. ഇനി 0.9 ആകുമ്പോഴുള്ള ആക്സസ് ടൈമും കണ്ടുപിടിക്കണം.
അപ്പോൾ 0.9 ആകുമ്പോഴുള്ള ഒരു ആക്സസ് ടൈം എത്രയാണ്? H1 = 0.9. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? H1ൻ്റെ സ്ഥാനത്ത് എന്ത് ഇട്ട് കൊടുക്കണം? 0.9 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് T1 ഒരു ആക്സസ് ടൈം കിട്ടും. ദാറ്റ് ഈസ് 1.TA = 1.9 T1. അപ്പോൾ T1ൻ്റെ വാല്യൂ 20 നാനോസെക്കൻഡ് അല്ലേ? സോ 1.9 × T, അപ്പോൾ 38 നാനോസെക്കൻഡ്. സിമിലർലി അടുത്തത് എടുക്കുക. നമുക്ക് അടുത്തത് എത്രയാണ്? 0.98. 0.98 ഇല്ലേ? അപ്പോൾ 3 കപ്പാസിറ്റി നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അതിൽ 3 ഹിറ്റ് ക്യാഷ് ഹിറ്റ് റേഷ്യോ 0.98 ആണ്. അപ്പോൾ 0.98 ആവറേജ് ആക്സസ് ടൈം ഇഫ് H1 = 0.98. അപ്പോൾ 0.98 × T1 + 1 - 0.98 × 1 × 10. ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴും TA വാല്യൂ ഇൻ ടേംസ് ഓഫ് T1 കിട്ടും. ദാറ്റ് ഈസ് TA = 1.18 T1 കിട്ടും. മാത്രമല്ല T1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻ ടേംസ് ഓഫ് T1 കിട്ടിയില്ല. അപ്പോൾ T1 നമ്മൾ എന്താണ്? 20 നാനോസെക്കൻഡ്. അപ്പോൾ ഓരോ ഇറ്ററേഷനിലുള്ള ആവറേജ് ആക്സസ് ടൈം കണ്ടുപിടിക്കുക ഇൻ ടേംസ് ഓഫ് T1 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും ജസ്റ്റ് എന്ത് ചെയ്യുക? വാല്യൂസ് മാറ്റിയേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ മാക്സിമം ഇതൊരു ഒരു 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 ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു ഡിഫറെൻ്റ് ആണ്. നോർമലി ഫസ്റ്റ് ആ ഒരു ടേബിൾ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് നോർമലി ചോദിച്ച് കണ്ടു വന്നിട്ടുള്ളൂ. ദെൻ ഇങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസൊക്കെ മേ ബി ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ വാല്യൂസ് എല്ലാം തന്നിരിക്കും. ഓക്കെ, ഇതിൻ്റെ വാല്യൂസ് എല്ലാം തന്നിരിക്കും. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ആവറേജ് ആക്സസ് ടൈം കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ എന്താ പറയുന്നത്? ക്വസ്റ്റ്യനിൽ എന്താ? ആവറേജ് ആക്സസ് ടൈം കണ്ടുപിടിക്കുക ഇൻ ടേംസ് ഓഫ് T1. T1 ഒരു ആവറേജ് ആക്സസ് ടൈം നമുക്ക് കിട്ടും 3 ക്യാഷ് ഡിസൈൻസിൽ. 3 ക്യാഷ് ഡിസൈൻസിൽ, അതായത് 64 കപ്പാസിറ്റി ഉള്ള ക്യാഷ് ഡിസൈൻ ഉണ്ട് ഫസ്റ്റ് ലെവലിൽ. അതും സെക്കൻഡ് ലെവലിൽ 4 MB. അടുത്ത 128 കിലോ ലെവൽ 1 ക്യാഷാണ്. വിത്ത് ലെവൽ 2 എന്താണ്? 4 MB. അടുത്ത 256 കിലോബൈറ്റിലുള്ള ലെവൽ 1ഉം 4 MB ലെവൽ 2ഉം. 3 ക്യാഷ് ഡിസൈൻസിലുള്ള എഫക്റ്റീവ് മെമ്മറി ആക്സസ് ടൈം കണ്ടുപിടിച്ചു ഇൻ ടേംസ് ഓഫ് T1. T1 എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് 20 നാനോസെക്കൻഡ് ആണ്. ഓരോ ക്യാഷ് ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്. മനസ്സിലാക്കുക. ആദ്യം H1 64, രണ്ടാമത്തെ ക്യാഷ് ഡിസൈനിൽ H1 128, മൂന്നാമത്തെ ക്യാഷ് ഡിസൈനിൽ H1 256. ഓക്കെ, H2 നമുക്കറിയാം 2 ലെവൽ മെമ്മറി മെമ്മറി സിസ്റ്റം അല്ലേ? അപ്പോൾ H2 വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് H1 ആണ് തന്നിരിക്കുന്നത്. 3 ക്യാഷ് ഡിസൈൻസിലുള്ള H1 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അത് കണ്ടുപിടിച്ചു. Then second question is express the average byte cost of the entire memory hierarchy if C2 = 0.2. അപ്പോൾ നമുക്ക് C2 തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് ബൈറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞു. C = C1 S1 + C2 S2 / S1 + S2. ഇതാണ് ആവറേജ് ബൈറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ S1ൻ്റെ വാല്യൂ 3 ക്യാഷ് ഡിസൈൻസ് ആണുള്ളത് അല്ലേ? ഇവിടെ S1ൻ്റെ വാല്യൂ 64 ഉണ്ട്, S1ൻ്റെ വാല്യൂ 120 അല്ലേ, 128 ഉണ്ട്, S1ൻ്റെ വാല്യൂ 256 ഉണ്ട്. അപ്പോൾ ഇത് 3 ക്യാഷ് ഡിസൈൻ്റെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ C1 × S1 + C2 × S2 / S1 + S2. ഇപ്പോൾ ആവറേജ് ബൈറ്റ് കോസ്റ്റ് S1 = 64 കിലോബൈറ്റ്സിൻ്റെയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ C1 നമുക്ക് ഓൾറെഡി C1ൻ്റെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ മോഡൽ തന്നിട്ടുണ്ട് അല്ലേ? C1 നമ്മൾ ഒരു ഇക്വേഷൻ മോഡലിൽ ഇവിടെ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് C1 = 20C2. അപ്പോൾ C1 = 20C2. അപ്പോൾ നമ്മൾ അത് കൊടുത്തു C1. അപ്പോൾ C1ന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 20C2 × S1 + C2 × S2. S2 നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. രണ്ടാമത്തെ മെമ്മറി ലെവൽ എത്ര? 4 MB തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ 4000 എന്ന് കൊടുത്തു. മെഗാബൈറ്റ് ആണ്. അപ്പോൾ നമ്മളെല്ലാം കിലോ ബൈറ്റ്സിൽ ആക്കുന്നു. അപ്പോൾ അത് 4000 എന്ന് കൊടുത്തു. ഡിവൈഡഡ് ബൈ S1. S1ൻ്റെ വാല്യൂ 64 + S2ൻ്റെ വാല്യൂ 4000. നമുക്ക് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് C2 തന്നിട്ടുണ്ട് 0.2 ആണെന്ന്. അപ്പോൾ C2 നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 0.2. ജസ്റ്റ് എന്ത് 20 × 0.2 ×
S1ൻ്റെ വാല്യൂ 64 പ്ലസ് C2 എല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ സി എത്ര കിട്ടും? ആവറേജ് ബൈറ്റ് കോസ്റ്റ് എത്ര കിട്ടും? 0.26 എന്ന് കിട്ടും. ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കും. ഇനി രണ്ടാമത്തെ ക്യാഷ് ഡിസൈനിൽ വിത്ത് അതിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 128 ആണ്. അപ്പം വെൻ S1 is equal to 128 കിലോ ബൈറ്റ്സ് ആകുമ്പോഴത്തേക്കും എന്ത് വാല്യൂ ഡിഫറൻസ് വരും? C1ൻ്റെ വാല്യൂ നമുക്കറിയാം 20 C2 ഇൻറ്റു S1ൻ്റെ വാല്യൂ എന്താണ്? ഇൻറ്റു S1 പ്ലസ് C2 ഇൻറ്റു S2 നമുക്കറിയാം 4000 ഡിവൈഡ് ബൈ S1 എന്താണ്? 128. ഓക്കെ ഇവിടെ എന്ത് വരും? 128 വരും അല്ലേ? ഇവിടെ 128 വരും. 128 പ്ലസ് 4000 ദാറ്റ് ഇസ് 20 ഇൻറ്റു C2ൻ്റെ വാല്യൂ നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.8 ഇൻറ്റു S1ൻ്റെ വാല്യൂ എന്താണ്? 128 പ്ലസ് C2ൻ്റെ വാല്യൂ എന്താണ്? 0.2 ഇൻറ്റു 4000 ഡിവൈഡഡ് ബൈ S1ൻ്റെ വാല്യൂ 128 പ്ലസ് S2ൻ്റെ വാല്യൂ 4000. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? 0.32 എന്ന് കിട്ടും. അപ്പോൾ ഇത് മൂന്നാമത്തെ ക്യാഷ് ഡിസൈൻ. മൂന്നാമത്തെ ക്യാഷ് ഡിസൈനിൽ S1ൻ്റെ വാല്യൂ എന്താണ്? 256 ആണ്. അപ്പോൾ S1 is equal to 256 ആവുന്ന കേസും കൂടെ കണ്ടുപിടിക്കാം. അപ്പോൾ C1ൻ്റെ വാല്യൂ നമുക്കറിയാം 20 C2, ഇവിടെയും 256. ഓക്കെ, അപ്പോൾ എന്ത് വരും? C1ൻ്റെ വാല്യൂ 20 C2 ഇൻറ്റു S1 പ്ലസ് C2 ഇൻറ്റു S2ൻ്റെ വാല്യൂ 4000 ഡിവൈഡ് ബൈ S1 പ്ലസ് S2. നമുക്കറിയാം C1ൻ്റെ വാല്യൂ 20 C2 അല്ലേ? അപ്പോൾ C2ൻ്റെ വാല്യൂ എന്താണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.2 ഇൻറ്റു S1ൻ്റെ വാല്യൂ എന്താണ്? 256 പ്ലസ് C2ൻ്റെ വാല്യൂ എന്താണ്? C2ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.2 ഇൻറ്റു S2ൻ്റെ വാല്യൂ ദാറ്റ് ഇസ് 4000 ഡിവൈഡഡ് ബൈ S1ൻ്റെ വാല്യൂ 256 പ്ലസ് S2ൻ്റെ വാല്യൂ 4000. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ 3 ക്യാഷ് ഡിസൈൻസ് ആണ് തന്നിട്ടുള്ളത്. അത് മാത്രമേ ഉള്ളൂ ഇവിടെ ഡിഫറൻസസ്. 3 കപ്പാസിറ്റി ചോയ്സസ് ഉള്ള 3 ക്യാഷ് ഡിസൈൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് H1ൻ്റെ കേസ് 3 ക്യാഷ് ഡിസൈൻസിന് 3 ഹിറ്റ് റേഷ്യോസ് ആയിരിക്കുമല്ലോ. അതാണ് ആദ്യത്തെ ക്യാഷ് ഡിസൈനിന് 0.7 H1ഉം, രണ്ടാമത്തെ ക്യാഷ് ലെവലിൽ H1 0.9 മൂന്നാമത്തെ ക്യാഷ് ഡിസൈനിൽ H1 0.98 അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് അത് S2ൻ്റെ ലെവൽ സെക്കൻഡ് ലെവലിലാണെങ്കിൽ മെയിൻ മെമ്മറി അതിൻ്റെ നമുക്ക് S2 തന്നിട്ടുണ്ട്. ദെൻ മെമ്മറി ബൈറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ C2 തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ S1 ആണെങ്കിൽ ഇപ്പോൾ 3 ക്യാഷ് ലെവൽ 1ൽ 3 ക്യാഷ് ഡിസൈൻസ് ആയതുകൊണ്ട് S1 ഓരോ ക്യാഷ് ഡിസൈൻസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ആ ഫോർമുല യൂസ് ചെയ്ത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുക. ഓക്കെ, താങ്ക് യു.